ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകങ്ങൾ പിന്നീട് തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ നിരവധിയാണ്. ഇതുപോലെ സമാനമായൊരു സംഭവമാണ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഉണ്ടായത്. സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ 1.5 വർഷം മുൻപ് കാണാതായതാണ്. ഒടുവിൽ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. തമിഴ്നാട് ചേരമ്പാടിയിലെ വനത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഹേമചന്ദ്രനെ 1.5 വർഷം മുൻപാണ് കാണാതായത്. അന്ന് ഇയാളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതാണോ? പോലീസിന് അന്വേഷണം എന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്താതിരുന്നത്? പിന്നീട് ഈ 1.5 വർഷത്തിന് ശേഷം സംഭവം ഈ ഹേമചന്ദ്രൻ്റേത് തിരോധാനമല്ല, അത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്തിനാണ് കൊലപ്പെടുത്തിയത്, ആരാണ് കൊലപ്പെടുത്തിയത്, ഇക്കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, അതായത് കഴിഞ്ഞ വർഷം 2024 മാർച്ച് 20-നാണ് ഇത്തരത്തിൽ ഹേമചന്ദ്രനെ കാണുന്നില്ല എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം അത് കുടുംബം അറിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാതായി എന്നുള്ള വിവരം കുടുംബം അറിയുന്നത് ഏപ്രിൽ 1-നാണ്. തുടർന്നത് പോലീസിലേക്ക് പരാതി നൽകുകയും തുടർന്ന് അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഹേമചന്ദ്രന് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതിൽ ഈ കുടുംബം നൽകിയ പരാതി അനുസരിച്ച് ബത്തേരി സ്വദേശികളായിട്ടുള്ള 2 പേർക്കെതിരെ അന്ന് തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതായത് ബത്തേരി സ്വദേശികളായിട്ടുള്ള ജ്യോതിഷ്, അജേഷ് എന്നിവർക്കെതിരെയായിരുന്നു അന്ന് അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് ഇവരെ കസ്റ്റഡി എടുക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു ക്രൂര കൊലപാതകത്തിലേക്ക് പോയോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി ഇത്രയും നാൾ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഒരു ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞിരിക്കുന്നു 1.5 വർഷത്തിന് ശേഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കോഴിക്കോട് ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു കേസന്വേഷണം നടത്തിയിരുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹേമചന്ദ്രനെ ഈ പ്രതികൾ ഇത്തരത്തിൽ സുഹൃത്തിന്റെ സഹായത്തോടു കൂടിയാണ് മെഡിക്കൽ കോളേജിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഹേമചന്ദ്രൻ താമസിച്ചിരുന്നത് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള മുണ്ടക്കൽ താഴത്ത് എന്ന പ്രദേശത്തായിരുന്നു ഹേമചന്ദ്രൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് പ്രതികളായിട്ടുള്ളവർ ഈ സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഹേമചന്ദ്രനെ വിളിച്ച് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ക്രൂരമർദ്ദനത്തിന് ഹേമചന്ദ്രനെ ക്രൂരമർദ്ദനത്തിന് ഇടയാക്കി അതിനുശേഷമായിരുന്നു കൊലപ്പെടുത്തിയത്. തുടർന്നാണ് ഈ വനപ്രദേശത്ത് വനമേഖലയിലേക്ക് കൊണ്ടുപോയി അവിടെ കുഴിച്ചു മൂടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതിൽ പോലീസ് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, 2024 മാർച്ച് 20-ന് ഈ പെൺസുഹൃത്തിന്റെ ഫോണിൽ നിന്ന് ഹേമചന്ദ്രന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അത് CDR എടുത്തതിലൂടെയാണ് ഇതിലൊരു വ്യക്തത പോലീസിന് കൈവരികയും ചെയ്തത്. അതായത് ഹേമചന്ദ്രനെ കാണാനില്ല എന്നുള്ള അടക്കമുള്ള പരാതികൾ വന്നതിന് ശേഷം അതിനു മുമ്പുള്ള ഫോൺ കോളുകൾ അല്ലെങ്കിൽ ഫോൺ രേഖകൾ പോലീസ് പരിശോധിക്കുന്നു. അതിൽ കണ്ണൂരിൽ നിന്നൊരു ഫോൺ വരുന്നു. അത് ഈ പെൺസുഹൃത്തിൻ്റെതായിരുന്നു. അങ്ങനെ പെൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഈ പ്രതികൾ ഇത്തരത്തിൽ ഈ ഹേമചന്ദ്രനോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വരണമെന്നുള്ള ആവശ്യപ്പെടാനുള്ള കാര്യം പറഞ്ഞത്. അതനുസരിച്ച് താൻ ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നുള്ളൊരു മൊഴിയാണ് ഈ അന്വേഷണ സംഘത്തോട് ഈ പെൺസുഹൃത്ത് നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം 3 പ്രതികളാണ് ഇതിലുള്ളത്. അതിൽ 2 പേർ നേരത്തെ തന്നെ കസ്റ്റഡിയിലായിരുന്നു. അതിലൊരാൾ വിദേശത്തായിരുന്നു. വിദേശത്തുള്ള പ്രതിയുടെ പേര് നൌഷാദ് എന്നാണ്. ഇവർ 3 പേരും കൂടിയാണ് ഈ ഒരു അരുംകൊല നടപ്പിലാക്കിയത് എന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇന്ന് രാവിലെയാണ് ഇതിൽ പ്രതികളിൽ ഒരാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഈ വനപ്രദേശത്ത് ദൃശ്യം മോഡൽ കൊലപാതകമാണ് നടന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അതായത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആസൂത്രിതമായ നീക്കം പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പിന്നീട് നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു 4 മാസം ആയി പോലീസ് ഈ ഹേമചന്ദ്രൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതാണ്. അന്ന് തന്നെ, അതായത് ഈ ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടുവെന്ന് പോലീസിന് സൂചനകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണോ ഈ തമിഴ്നാട്ടിലെ വനമേഖലയിലേക്ക് അന്വേഷണം എത്തിയത്? ആദ്യം ഒരു തിരോധാന കേസ് എന്ന രീതിയിലായിരുന്നു പോലീസ് ഈ അന്വേഷണം കൈകാര്യം ചെയ്തിരുന്നത്. കാരണം ഈ ഹേമചന്ദ്രന്റെ കൊലപ്പെടുത്തിയ ശേഷം ഹേമചന്ദ്രന്റെ ഫോണ് ഈ പ്രതികൾ ഉപയോഗിക്കുകയായിരുന്നു. ആ രീതിയിൽ കുടുംബാംഗങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംശയം കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ കേസ് ഒരു തിരോധാനത്തിലേക്ക് പിന്നീട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോയത്. പിന്നീടാണ് കുടുംബത്തിന് ചില സംശയങ്ങൾ തോന്നുന്നത്. ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ഹേമചന്ദ്രൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നൊരു സംശയം സ്വാഭാവികമായും ഭാര്യയ്ക്ക് തോന്നുകയും ചെയ്തു. തുടർന്നാണ് പോലീസ്
പോലീസിലേക്ക് പരാതി നൽകുകയും ഈ അന്വേഷണം വ്യാപിപ്പിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് വിശദമായി അന്വേഷിക്കുന്ന തലത്തിലേക്ക് പോവുകയും ചെയ്തു. ഒപ്പം തന്നെ CIക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഈ CDR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്തു. അതിലാണ് ഈ പെൺസുഹൃത്തിലേക്ക് എത്തി നിൽക്കുകയും പെൺസുഹൃത്ത് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോഴും ഈ ഒരു തിരോധാന കേസ് എന്ന രീതിയിലായിരുന്നു പോലീസ് കൈകാര്യം ചെയ്തത്. തുടർന്നാണ് ഈ ഹേമേന്ദ്രൻ കൊല്ലപ്പെട്ടേക്കാം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു. അതിൽ ഒരു പ്രതി, അതായത് നമുക്ക് വിവരം ലഭിക്കുന്നതനുസരിച്ച് ജ്യോതിഷാണ് ഇത് സംബന്ധിച്ച മൊഴി കൃത്യമായി പോലീസിന് നൽകുന്നത്. അതായത് പെൺകുട്ടി വിളിച്ചതനുസരിച്ച് മെഡിക്കൽ കോളേജിൽ വന്ന ഹേമേന്ദ്രനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് ഇവർ പോവുകയായിരുന്നു. അതിനുശേഷം തമിഴ്നാട്ടിലേക്കാണ് ഈ വാഹനം പോവുകയും ചെയ്ത് ഈ വാഹനത്തിൽ വെച്ച് ഹേമേന്ദ്രനെ ക്രൂരമായി ഇവർ ഉപദ്രവിക്കുകയും അതിനുശേഷം കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഈ വനമേഖലയിൽ, അതായത് ഈ ചേരമ്പാടി എന്ന് പറയുന്നത് ആ പ്രദേശം വയനാട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന ഭാഗമാണ്. ആ പ്രദേശത്ത് നിന്നാണ് ഈ ഒരു മൃതദേഹം കുഴിച്ചിടാൻ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. കാരണം അത്തരത്തിൽ ആൾത്തിരക്കുള്ള മേഖലയല്ല, ആളുകൾ താമസിക്കുന്ന ഇടമല്ല, വനപ്രദേശമാണ്. ഒപ്പം തന്നെ തോട്ട മേഖലകൾ കൂടിയാണ്. നിരന്തരം വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ കാട്ടാനകൾ പതിവായി ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. അത് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പോലെ തന്നെ കൃത്യമായ ആസൂത്രണം ചെയ്ത പോലെ തന്നെ അവർ നടപ്പിലാക്കി എന്നുള്ളത് തന്നെയാണ്. അവിടെ എത്തി ഏകദേശം ഈ റോഡിൽ നിന്ന് ഈ ചേരമ്പാടി വനത്തിലെ അന്തർ സംസ്ഥാന പാതയ്ക്ക് സമീപത്ത് നിന്ന് ഏകദേശം ഒരു ഉള്ളിലേക്ക് 1 കിലോമീറ്റർ ദൂരം മാറിയാണ് ഈ ഒരു ചതുപ്പുള്ളത്. ആ ചതുപ്പിൽ അവിടെ കുഴിയെടുത്ത് ഏകദേശം 4 അടിയോളം, ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 4 അടിയോളം കുഴിച്ചതിന് ശേഷമാണ് ഈ മൃതദേഹം കണ്ടെത്താനാവുകയും ചെയ്തത്. അങ്ങനെ അവിടെ കുഴിച്ചിട്ടതിന് ശേഷം നടത്തിയതിനു ശേഷം ഈ പ്രതികൾ അവിടെ നിന്ന് മടങ്ങിയായിരുന്നു എന്നുള്ളതാണ്. കൃത്യമായ ആ സ്പോട്ടൊക്കെ ഈ പ്രതി കാണിച്ചു നൽകുകയും ചെയ്തു. ഡോഗ് സ്ക്വാഡിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. കാരണം 1.5 വർഷത്തോളമായി ഈ ഒരു സംഭവം നടന്നിട്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടം പ്രതിക്ക് കാണിച്ചു നൽകാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു ചതുപ്പിടമായതുകൊണ്ട് തന്നെ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കൊച്ചിയിൽ നിന്നെത്തിയ സ്നിഫർ ഡോഗിന്റെ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് അത് പരിശോധന നടത്തുകയും മൃതദേഹം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയാണ് പോലീസിന്റെയും ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡിന്റെയും സംഘം അവിടെ എത്തിയത്. പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ വനാതിർത്തിയാണ്, തമിഴ്നാട് മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാരണം എന്താണെന്നും അതോടൊപ്പം ഹേമചന്ദ്രന്റെ കൊല്ലപ്പെട്ട ഹേമചന്ദ്രന്റെ പശ്ചാത്തലവും ഒക്കെ പരിശോധിക്കേണ്ടതാണ്. ഇയാളൊരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്ന വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാണോ, അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണോ കൊലയിലേക്ക് നയിച്ചത്? ടോം, അത്തരത്തിലൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത്. കാരണം സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയാണ് ഈ ഒരു തർക്കം ഉണ്ടാവുകയും ഇതിനു മുമ്പ് ഈ പ്രതികളുമായി നിരന്തരം തർക്കത്തിൽ, കാരണം ഈ ചിട്ടിക്കമ്പനി നടത്തുന്നതിൽ അതിൽ ചില ഇടപാടുകൾ ഈ പ്രതികളുമായി ഹേമേന്ദ്രൻ നടത്തിയിരുന്നു. അതിലൊന്ന് ഈ വിദേശത്തുള്ള നൌഷാദ് എന്ന് പറയുന്ന ആളുടെ പണം അത് കൈകാര്യം ചെയ്തതിൽ പിന്നീട് ചില വീഴ്ചയുണ്ടായി. അത് തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായിരുന്നു. അത് പിന്നീട് ഈ കൊലപാതകത്തിലേക്കും നയിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് പോലീസും നൽകുകയും ചെയ്തത്. അങ്ങനെയാണ് ഒരു പ്രതികൾ തീരുമാനിക്കുന്നു ഇയാളെ കൊലപ്പെടുത്താം. അതായത് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ പണം തിരികെ നൽകാൻ ഹേമേന്ദ്രൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, ഇദ്ദേഹത്തെ വകവരുത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ പ്രതികൾ എത്തുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കൃത്യമായ ആസൂത്രണം ചെയ്ത പോലെ തന്നെ ഹേമേന്ദ്രന്റെ ഈ പെൺസുഹൃത്തിനെ ഇവർ ട്രാപ്പിലാക്കുന്നു, ഭീഷണി മുഴക്കിയിരിക്കുന്നു. അത് എന്ത് പേരിലാണ് ട്രാപ്പിലാക്കിയെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ പെൺസുഹൃത്തിന്റെ വീട്ടിൽ ഇതുമായി ഇവരുടെ ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണി ഈ പ്രതികൾ മുഴക്കിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പെൺസുഹൃത്ത് ഇതിനെ വഴങ്ങിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാപ്പുസാക്ഷിയാക്കാമെന്നുള്ള രീതിയിൽ പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് കൃത്യമായ രീതിയിൽ ഈ സംഭവ വികാസങ്ങൾ, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പെൺസുഹൃത്ത് പോലീസിന് മൊഴി നൽകുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഈ പ്രതികളിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം കൃത്യമായി ഇവർ നേരത്തെ ആസൂത്രണം ചെയ്ത പോലെ എവിടെയാണ് ഈ മൃതദേഹം കൊലപ്പെടുത്തിയതിനു ശേഷം എവിടെയാണിത് കുഴിച്ചിടേണ്ടത്, ഒരു തരത്തിലും തങ്ങളിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ പ്രതികൾക്കായിരുന്നു. പക്ഷേ ചില പാളിച്ചകൾ നമുക്കറിയാം. ഒരു തെളിവ്, ദൈവത്തിൻ്റെ ഒരു തെളിവ് അത് എവിടെയും ഇട്ടിട്ട് പോകാറുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഈ കേസിനുണ്ടാകുകയും ചെയ്തത്. അതാണ് ഈ CDR എടുത്തതോടുകൂടി ഈ കണ്ണൂർ സ്വദേശിയുടെ ഒരു ഫോൺ കോൾ അത് വരുന്നു. അതിനുശേഷമാണ് ഈ ഹേമേന്ദ്രനെ കാണാതായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണമാണ് പെൺസുഹൃത്തിലേക്ക് എത്തുന്നതും പെൺസുഹൃത്ത് നൽകിയ മൊഴിയിലൂടെ ഈ പ്രതികളിലേക്കും എത്തുകയും ചെയ്ത ആദ്യഘട്ടത്തിലൊന്നും തന്നെ ചോദ്യം ചെയ്യലിൽ തീർച്ചയായും അതോടൊപ്പം അറിയേണ്ടത് ഈ കേസിൽ ഇനി കൂടുതൽ ആളുകൾ പിടിയിലാകാനുണ്ടോ എന്നാണ്.
നിലവിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. മുഖ്യപ്രതി, കേസിലെ മുഖ്യപ്രതി, അതായത് ഈ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിലും കൃത്യം നടത്തിയതിലൊക്കെ പങ്കുവഹിച്ചിട്ടുള്ള മുഖ്യപ്രതി വിദേശത്തേക്ക് കടന്നതായിട്ടുള്ള സൂചനകളുണ്ട്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? കേസിൽ ഇനി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ മിഥുൻ? നിലവിൽ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ പേർ ഈ ഒരു കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം നിലവിൽ ഈ 3 പേരെന്ന് പറയുന്നത് 2 പേർ ബത്തേരി സ്വദേശികളായിട്ടുള്ള അജേഷ്, ഒപ്പം തന്നെ ജ്യോതിഷ്, മറ്റൊന്ന് ഈ പെൺസുഹൃത്താണ്. അങ്ങനെ 3 പേരാണ് കസ്റ്റഡിയിലുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട പ്രതി, ഈ കേസിലെ പ്രധാന പ്രതി നൌഷാദാണ്. അയാൾ വിദേശത്താണുള്ളത്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, ആ പ്രതിയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയെടുത്ത പരിശോധന നടത്തുകയാണ്. തുടർ പരിശോധനകളൊക്കെ ആ പ്രദേശത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. തെളിവുകൾ കൂടുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. നിലവിൽ സ്വാഭാവികമായും നമുക്കറിയാം, വനപ്രദേശമാണ്, സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിന്റെയും തമിഴ്നാട് വനം വകുപ്പിന്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പരിശോധന അവിടെ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനു മുമ്പാണ് ഈ ഒരു മൃതദേഹം ഈ സംഘം കണ്ടെത്തിയത്. നിലവിൽ ഈ കാട്ടിലേക്ക് പോയിട്ടുള്ള സംഘം തിരികെ എത്തിയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ കൂടുതൽ പരിശോധന നടത്തിയതിനു ശേഷം ഈ മൃതദേഹം തിരികെ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഒരു പ്രതിയാണ് ഇപ്പോൾ ഈ സംഘത്തിനൊപ്പമുള്ളത്. ആ പ്രതി കാണിച്ചു കൊടുത്തതിനനുസരിച്ചാണ് ഈ സ്ഥലത്തേക്ക് പോലീസ് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൃത്യമായി ആസൂത്രണം ചെയ്തതുപോലെ തന്നെയാണ് പ്രതികൾ ഈ ഒരു കുറ്റകൃത്യം നടത്തിയത്, ഈ കൊലപാതകം നടത്തിയത്. അത്തരത്തിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് അത് പിന്നീട് വലിയൊരു കൊലപാതകത്തിലേക്ക്, വലിയൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്ത് 1.5 വർഷത്തോളമായി, അതായത് കൃത്യമായി പറഞ്ഞാൽ 2024 മാർച്ച് 20-നാണ് ഹേമേന്ദ്രനെ കാണാതാകുന്നത്. അതിനുശേഷം ഏപ്രിൽ 1-ന് ഇത് സംബന്ധിച്ചുള്ള പരാതി ഭാര്യ നൽകുന്നു. പിന്നീട് അത് ഒരു 4 മാസം മുമ്പാണ് അതൊരു കൂടുതൽ ഊർജ്ജസ്വലമായി പോലീസ് അതിൻ്റെ നടപടികളിലേക്ക് കടക്കുന്നത്. ഈ ഒരു തിരോധന കേസ് എന്ന രീതിയിൽ അന്വേഷിച്ചു തുടങ്ങുന്നു. അതൊരു കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ 3 പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ 3 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. മുഖ്യപ്രതി വിദേശത്തേക്ക് കടന്നിരിക്കുന്നു. ഇയാളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്. അതോടൊപ്പം അറിയേണ്ടത് ഈ പെൺസുഹൃത്തിന്റെ പങ്കാണ്. നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഈ പെൺസുഹൃത്തിനെ ഭീഷണിപ്പെടുത്തിയാണ് ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തിയതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി. ഈ പെൺസുഹൃത്തും പ്രതിപട്ടികയിൽ വരാനുള്ള സാധ്യതയുണ്ടോ, അതോ അവരെ മാപ്പുസാക്ഷിയാക്കുമോ? കാരണം ഈ കൊലപാതകത്തിൽ അതായത് ഈ ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തിയതിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചതല്ലേ ഈ പറഞ്ഞു? നിലവിൽ അതായത് ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതിന് നിർണായകമായത് ഈ പെൺസുഹൃത്തിന്റെ മൊഴി തന്നെയാണ്. പെൺസുഹൃത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളിലേക്കും ഒപ്പം തന്നെ ഹേമേന്ദ്രൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോലീസിനെത്താൻ സഹായിക്കുകയും ചെയ്തു. അതായത് പെൺസുഹൃത്ത് മൊഴി നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ്: തന്നെ പലകുറി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ ഹേമേന്ദ്രനെ വിളിച്ചു വരുത്താൻ തയ്യാറായത്, ഫോൺ കോൾ ചെയ്യാൻ തയ്യാറായത്. അതിനപ്പുറം മറ്റൊരു കാര്യത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നുള്ളതാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ മൊഴി പോലീസ് അധികം വിശ്വാസത്തിലെടുത്തില്ല. മറ്റേതെങ്കിലും തരത്തിൽ ഈ മറ്റു പ്രതികളുമായി ഏതെങ്കിലും തരത്തിൽ ഈ പെൺസുഹൃത്തിന് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടിക്കും ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പെൺസുഹൃത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലേക്കാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കൊലപാതകം ആണ് നടന്നത് എന്നടക്കമുള്ള നിഗമനത്തിലേക്ക് എത്താൻ പോലീസിനെ സഹായിക്കുകയും ചെയ്തത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 പേർ കസ്റ്റഡിയിലുണ്ട്. അതിലൊന്ന് ഈ പെൺസുഹൃത്ത് തന്നെയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ പെൺസുഹൃത്ത് കൂടി പ്രതിപട്ടികയിലേക്ക് വരാം. പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ മാപ്പുസാക്ഷിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകും. കാരണം പെൺസുഹൃത്ത് പറഞ്ഞ മൊഴി അത് ശരിയാണോ എന്ന് തെളിയേണ്ടതായിട്ടുണ്ട്. അതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അത് നിർണായകമായ മൊഴി നൽകിയത് ഈ പെൺകുട്ടി തന്നെയാണ്, ഈ പെൺസുഹൃത്ത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ കോൾ ഡീറ്റെയിൽസിലാണ് നിരവധി തവണ ഈ ഹേമചന്ദ്രനുമായി ഈ പെൺസുഹൃത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഫോണിലൂടെ മുഖേന ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസിൽ ലഭിക്കുന്നത്. അതായത് അത് തന്നെയാണ് ഈ പ്രതികൾ ഈ ഹേമേന്ദ്രനെ വിളിച്ചു വരുത്താൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അതായത് ഇവർ തമ്മിലുള്ള ബന്ധം അത് പുറത്തു പറയുന്നടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിൽ ഈ പെൺകുട്ടി വഴങ്ങുന്നു. അതിനുശേഷം
ഹേമേന്ദ്രനെ ഇവർ ആസൂത്രണം ചെയ്ത പോലെ തന്നെ വിളിച്ചു വരുത്തുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വരാൻ, അതായത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ മുണ്ടക്കൽ താഴം എന്ന് പറയുന്ന പ്രദേശം. അവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഹേമേന്ദ്രൻ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഭാഗത്തേക്ക്, അതായത് സ്ഥിരമായി ഇവർ കണ്ടുമുട്ടുന്നത് ഈ ഭാഗത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ ആ അടിസ്ഥാനത്തിൽ മറ്റു സംശയങ്ങളൊന്നുമില്ലാതെ ഹേമേന്ദ്രൻ ആ ഭാഗത്തേക്ക് വരികയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ഈ പ്രതികൾ വാഹനത്തിനുള്ളിലേക്ക് പിടിച്ചു കയറ്റി ഹേമേന്ദ്രനെ കൊണ്ടുപോവുകയായിരുന്നു. അതായത് തമിഴ്നാട്ടിലേക്കും ഒപ്പം തന്നെ കർണാടകയിലേക്കും ഈ ഹേമേന്ദ്രനെ കൊണ്ടുപോയി എന്നുള്ള അടക്കമുള്ള മൊഴി ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ജ്യോതിഷ് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് ഈ കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നാണ് ഈ വനപ്രദേശത്തേക്ക്, അതായത് ചേരമ്പാടി എന്ന പ്രദേശത്തേക്ക് കൊണ്ടുവരികയും കുഴിച്ചു മൂടുകയും ചെയ്യുന്നത്. അങ്ങനെ 1.5 വർഷത്തിനു ശേഷം ഒരു തിരോധന കേസെന്ന് കരുതിയിരുന്ന ആ കേസ് ഇപ്പോൾ ഒരു ക്രൂര കൊലപാതകത്തിലേക്കാണ് പോയത്. വ്യക്തമാണ്, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു തിരോധാന കേസെന്ന് കരുതിയ സംഭവമാണ് ഇപ്പോൾ കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നത്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള വിരോധത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തി തമിഴ്നാട്ടിലെ വനമേഖലയിൽ കൊണ്ടുപോയി കുഴിച്ചുമൂടി എന്നാണ് ലഭിച്ചിരിക്കുന്ന പോലീസിന് ലഭ്യമായ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും കേസ് തെളിയുന്നതിൽ നിർണായകമായത് പെൺസുഹൃത്തിൻ്റെ വെളിപ്പെടുത്തലും അതോടൊപ്പം ഒരു ഫോൺ കോളുമായിരുന്നു. നിലവിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. മുഖ്യപ്രതി വിദേശത്താണ്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്.